ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലികാലത്ത് സജ്ജനങ്ങൾ ഉണ്ടാകുക ബുദ്ധിമുട്ട്. സജ്ജനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുക ബുദ്ധിമുട്ട്. എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയാലോ ഈശ്വര വിചാരം ചെയ്യാൻ ബുദ്ധിമുട്ട്. അതിനു വേണ്ടിയിട്ട് നാമം ജപിക്കുവാനും ഒക്കെ ഇന്ന് കലികാലത്ത് എല്ലാവർക്കും മടി ഉണ്ടാവുന്ന പറയുക. മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാസു തദ്രുതാ. അങ്ങനെയുള്ള ഈ കലികാലത്ത് ഇന്ന് നമുക്കെല്ലാവർക്കും കൂടി പല ഇടങ്ങളിൽ അവരവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് നമുക്കെല്ലാവർക്കും കൂടെ ഒരു വേദിയിലേക്ക് എത്താൻ സാധിക്കുക. അല്ലെ, എത്ര 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 ദൂരങ്ങളിലാണ് നമ്മളൊക്കെ പരസ്പരം മാറി മാറി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യം ഉണ്ടായത് ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള അവരുടെ ആ ഓരോരോ രീതിയിലുള്ള ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് ഒക്കെ, അതുപോലെ തന്നെ നിഷ്കാമമായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ബ്രാഹ്മണര്, പിന്നെയോ എല്ലാ ലൗകിക ജീവിതവും മാറ്റിവെച്ച് ഇന്ന് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാര്, അവരുടെയൊക്കെ അനുഗ്രഹം, വാത്സല്യം, കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ നമുക്ക് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സുപ്രഭാതത്തെയും നമുക്ക് വരവേൽക്കാം. അല്ലെ, ഓരോ ദിവസവും അന്നത്തെ സുപ്രഭാതം കാണുമ്പോൾ അന്ന് ഭാഗ്യമായി എന്ന് വിചാരിക്കുക. അല്ലെ, നമ്മള് രാവിലെ എഴുന്നേൽക്കുന്നു, വൈകുന്നേരം കിടക്കുന്നു. വൈകുന്നേരം കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല പിറ്റേ ദിവസം എഴുന്നേക്കാൻ സാധിക്കുമെന്നും നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പം യാതൊരു വിധ കേടും കൂടാതെ ആ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളെ ഉണർത്തിയിട്ടുണ്ട് എങ്കിൽ ആരോടാ നമ്മൾ നന്ദി പറയേണ്ടത്? ശരിക്കും നമ്മളുടെ ഈ ശരീരത്തിലെ ഓരോ യന്ത്രങ്ങളും പ്രവർത്തിക്കുന്നതിന് കാരണമായിട്ടുള്ള സാക്ഷിഭൂതമായിട്ടിരിക്കുന്ന ആ പൊന്നു ഗുരുവായൂരപ്പന്റെ കണ്ണന്റെ ഒരു കാരുണ്യമല്ലാതെ എന്തെങ്കിലും നമുക്കുണ്ടോ? അല്ലെ, അർജുനൻ പറഞ്ഞതുപോലെ എൽ കിഞ്ചിൽ പൗരുഷം പുംസാം ഹേനേ കൃഷ്ണാനുകമ്പിതം. ആ കണ്ണന്റെ ഒരു അനുഗ്രഹം, അനുകമ്പ ഒന്നു മാത്രമായിരുന്നു എനിക്ക് ഗാന്ധീവം കിട്ടുവാനും പാശുപതം കിട്ടുവാനും അതെടുത്ത് പ്രയോഗിക്കുവാനും ഒക്കെ സാധിച്ചത് കണ്ണനുള്ളതുകൊണ്ട് മാത്രമായിരുന്നു. കണ്ണന്റെ ഒരു അനുകമ്പ ഇല്ലെങ്കിൽ ഞാൻ ബിഗ് സീറോ, ഞാനൊന്നുമല്ല. അപ്പൊ നമുക്ക് ദിവസവും നമുക്ക് രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇതൊന്ന് ചിന്തിച്ചാല് നമുക്ക് വലിയൊരു ആശ്വാസം നമുക്ക് അവിടെ ഉണ്ടാവും. അല്ലേ, നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് എന്തൊരു അത്ഭുതങ്ങളുടെ ലോകമാണ് അവിടെ. ഓരോ കോശങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഓരോന്നും ഘടിപ്പിച്ച് അതിൻ്റെതായിട്ടുള്ള ഒരു സഹകരണത്തിന്റെ അടിസ്ഥാനത്തോടു കൂടിയാണ് നമ്മളുടെ ഈ ശരീരം ഇന്ന് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചം, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കൂടിയതാണ് ഭഗവാന്റെ ശരീരം. അപ്പൊ ഭഗവാന് തന്റെ ശരീരത്തെ നമ്മൾ എത്ര കണ്ട് നമ്മൾ ആ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അതുപോലെയാണ് ഭഗവാന് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ. അങ്ങനെ കാരുണ്യത്തോടുകൂടി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കണ്ണനെ ഇന്നും നമുക്ക് രാവിലെ ഒന്ന് നന്ദി പറഞ്ഞ് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളുടെ ജീവിതത്തിൽ എന്തർത്ഥയിരിക്കുന്നു ശരിക്കും? അപ്പം നമ്മളുടെ മനസ്സിൽ എന്നും നല്ലത് ചിന്തിക്കുമ്പോഴും ചീത്ത ചിന്തിക്കുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ നല്ലത് പ്രവർത്തിക്കുമ്പോഴും എന്താണ് മോശമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ പ്രവൃത്തികൾ വരുമ്പോഴും ഒക്കെ ഇതെല്ലാം ആ കണ്ണന്റെ പാദങ്ങൾ സമർപ്പിക്കുക. കാരണം എന്താണ്? ഈ കണ്ണനല്ലേ നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് അവിടെ ഭയം? അല്ലെ, അവിടെ ഭയമില്ല നമുക്ക്. അപ്പം ആ ഒരു അഭയഹസ്തനായിക്കൊണ്ട് എപ്പോഴും നമ്മളുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള കണ്ണനെ ഓർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ വാക്കുകളെ കൊണ്ട് മറ്റുള്ളവർക്ക് നോവിക്കാതെ നമുക്ക് കൊണ്ടു നടക്കുന്നതും അതുപോലെ നോവിപ്പിക്കുന്നതും ഒക്കെ കണ്ണനാണ് എങ്കിൽ ആ കണ്ണന്റെ അടുത്ത് നമുക്ക് എന്നും രാവിലെ ഒന്ന് നമസ്കരിക്കാൻ സാധിച്ചാല് പിന്നെ നമ്മളുടെ ഏത് പ്രവൃത്തികളും അത് മറ്റുള്ളവർക്ക് വേദനിക്കാത്ത രീതിയിലേക്കായി മാറിക്കോളും. ഈ ഒരു ധർമ്മബോധത്തിലേക്ക് നമുക്ക് എന്നും ഉയരണമെങ്കിൽ നമ്മൾ എന്നും ഈ ഒരു പ്രാർത്ഥനകൾ ഉണ്ടാവണം. നമ്മളിപ്പോ ഉപാസന ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലാതെ ഉപാസന ഇല്ലെങ്കിൽ പോലും അവരവരുടെ ഗൃഹങ്ങളിൽ ആ പൂജാമുറിയിൽ അല്ലെങ്കിൽ ആ നിലവിളക്ക്
കൊളുത്തി വെച്ചിട്ടുള്ള നിലവിളക്കിന്റെ മുമ്പിൽ ചെന്ന് ഒരു നേരം, ഒരു നിമിഷം നമുക്ക് ഈ ലോകത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു, എന്താ പറയാ, ഈ മനുഷ്യ ജന്മത്തിന്റെ ലാഭം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതായിട്ടുള്ള ഒരു കാര്യം, ആ സമയത്തെ എനിക്ക് യഥാർത്ഥത്തിൽ അവിടെ ഗുരുവായൂരപ്പൻ കണക്കാക്കുന്നുള്ളൂ ഇനി എത്ര കാലം ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളത്. നമ്മൾ ധാരാളം കാലം വന്നെന്നൊക്കെ നമ്മൾ വിചാരിക്കും. എത്ര കാലം നമ്മൾ ഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചു എന്ന് ചോദിച്ചാൽ അത് ഗുരുവായൂരപ്പന് മാത്രമേ അറിയാവുള്ളൂ അവിടെ, അല്ലേ? അപ്പം നമുക്ക് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഒന്നും നമുക്ക് സ്വന്തമായിട്ടില്ല. എത്ര കാശ് കിട്ടിയാലാണ് നമുക്ക് മതിയാകുക? എത്ര ഐശ്വര്യം കിട്ടിയാലാണ് മതിയാകുക? ഇതെല്ലാം കിട്ടിയാലോ ഇതൊക്കെ എപ്പോഴും അല്ലെ, ദാ വന്നു പോയി എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ മറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അല്ലെ? ഈ നശ്വരമായിട്ടുള്ള ഈ പ്രകൃതി കണ്ട് നമ്മൾ ഒരിക്കലും ഭ്രമിക്കാതെ അനശ്വരമായിട്ടുള്ള അനന്തതയുടെ വിഹായസിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകുന്നതായിട്ടുള്ള, ഒരിക്കലും എന്താണ് അവസാനിക്കാത്തതായിട്ടുള്ള ഒരു ആനന്ദം, അത് എവിടെയാണ്? അല്ലേ, നമ്മൾ പറയാറുണ്ട് അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം എന്ന് പറയുന്നത് പോലെ. എങ്ങനെയാണ് നമ്മൾ മരണം പോലും നമ്മൾ അറിയാതെ ആ ആനന്ദത്തിന്റെ നിർവൃതിയിൽ നമുക്ക് എന്നും ചാഞ്ഞുറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണന്റെ കൂടെ മാത്രം, കണ്ണനാണ് എപ്പോഴും നമ്മളുടെ കൂടെ ഉള്ളത് എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുകയാണെങ്കിൽ മരണം പോലും നമ്മളെ അറിയിക്കാതെ അവിടുന്ന് നമ്മളെ ആ ആനന്ദത്തിൽ തന്നെ, ആനന്ദ സമുദ്രത്തിൽ തന്നെ നമ്മളെ കിടത്തും. അതെന്നും വേണമെങ്കിൽ നമ്മളുടെ ബുദ്ധി മാറ്റണം. നമ്മളുടെ ബുദ്ധി എന്തായിരിക്കണം? നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അതുകൊണ്ട് രക്ഷപ്പെടാം, അല്ലേ? ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നില്ലേ, ഞാനൊരു യന്ത്രാരൂഢനാണെന്നുള്ളൊരു ബോധം എടുക്കൂ അർജുന, നീയല്ല അവിടെ യുദ്ധം ചെയ്യുന്നത്. നീ വിചാരിച്ച നീയാണെന്നാണോ വിചാരിച്ചത്? ഇവരെയൊക്കെ ഞാൻ നേരത്തെ കൊന്നു കഴിഞ്ഞു. നിനക്ക് എന്തിനു വേണ്ട നിന്നെ ഞാൻ കാണിച്ചു തന്ന ഓരോരുത്തരെയും കാണിച്ചു തരുന്ന ആ വ്യാജേന ഞാൻ അവരുടെ ഉള്ളിലുള്ള ആയുസ് മുഴുവൻ ഞാൻ സ്വീകരിച്ചു. ഇനിയിപ്പം നീ ഒന്നും ചെയ്യാനൊന്നും ഇല്ല അവിടെ. ഇപ്പം കൊന്നതിന്റെ കുറ്റമൊക്കെ ഞാൻ ഏറ്റു. ഇനി അത് പേടിക്കണ്ട. ഇനി അല്ലേ തന്നെയോ നീ ഈ ഗാന്ധീവ എടുത്ത് ഈ പാശുപതം ഒന്ന് കൊലയ്ക്കണമെങ്കിൽ ആരാ അതിന് കാരണക്കാരൻ? ഞാനാണ് ചെയ്യുന്നത്. ഈ ഒരു ബോധം ഒരു യന്ത്രാരൂഢമായിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഉപകരണമായിക്കൊണ്ട് കാണാൻ സാധിക്കട്ടെ കണ്ണ എന്നുള്ള രീതിയിൽ ആ അർജുനനെ ഉപദേശിക്കുന്ന ആ ഭഗവാനെ നമുക്കെന്നും ഇതുപോലെ രാവിലെ ചിന്തിക്കാൻ സാധിക്കണേ ഗുരുവായൂരപ്പ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കാരണം ഇത് പ്രാർത്ഥിപ്പിക്കുന്നതാരാ? കണ്ണൻ, അല്ലേ? കണ്ണനോട് നമുക്ക് പറയാം പതിവ് പോലെ. നമുക്ക് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സമുദ്രത്തിന് വേണ്ടിയിട്ടും കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടും ചെവി കേൾക്കാൻ വയ്യാത്തവർക്കും അവയവങ്ങൾ നഷ്ടപ്പെട്ടവർക്കും അവയവങ്ങൾ ജന്മനാ ഇല്ലാത്തവർക്കും പല വിധത്തിൽ മാറാരോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖം അനുഭവിക്കുന്നവര് എത്രയോ ആളുകൾ, അല്ലെ, ഇന്ന് അമ്പലത്തിൽ പോലും പോകാൻ സാധിക്കാതെ വരുന്നു, സത്സംഗങ്ങളിൽ പോകാൻ സാധിക്കാതെ വരുന്നതായിട്ടുള്ള എത്രയോ കർമ്മപ്രാരബ്ധങ്ങളാണെങ്കിൽ പോലും അവരും നമ്മളെ പോലെ തന്നെ, അല്ലെ, ഈ ഭൂമിയിലേക്ക് ജനിച്ചത് എന്തൊക്കെ പ്രതീക്ഷകളായിട്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടാണോ ഇവിടെ വന്നേ? ദുഃഖമാണേലും സുഖമാണേലും ഒന്നും നമ്മളെ കൊണ്ടുവന്നിട്ടില്ല ഇവിടെ, അല്ലെ? നമ്മള് നഗ്നമായിട്ടാണ് നമ്മളിപ്പോ ഭൂമിയിലോട്ട് വന്നത്. അപ്പം ഇവിടെ വന്നിട്ടുള്ള പല സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും വേദനിപ്പിച്ചത് എങ്കിൽ, മദ്യപാനത്തിന് അടിമയാക്കിയതും, അല്ലെങ്കിൽ മറ്റ് അധർമ്മം ചെയ്യുന്ന രീതിയിലേക്ക് തന്റെ കൈകളെ ഉയർത്തിയതും ഒക്കെ ഈ സാഹചര്യങ്ങളാണെങ്കിൽ ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചാൽ അത് മാറ്റിത്തരില്ലേ അവിടുന്ന്? തീർച്ചയായിട്ടും മാറ്റിത്തരണം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും ഭക്തന്മാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഐശ്വര്യം വിതറുന്നതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ല പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? നമ്മളെ പഠിപ്പിച്ചിരുന്ന നമ്മളുടെ ഗുരുനാഥനായിട്ടുള്ള പ്രഹ്ലാദൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കൊലയാളികളായിട്ടുള്ളവര്, മദ്യപാനികളായിട്ടുള്ളവര്, ഈ പ്രപഞ്ചത്തെ ഇന്ന് ഭൂമിയെ ഇത്രയേ കണ്ട് ഭാരം കയറി നടക്കുന്നതായിട്ടുള്ള ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നേരമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ഇന്ന് നിങ്ങൾ ചവിട്ടി നടക്കുന്നതായിട്ടുള്ള ആ ചവിട്ട് മുഴുവൻ ഏറ്റ സഹനശക്തിയോടുകൂടി ധരിത്രിയായിട്ടുള്ള ആ അമ്മ, ആ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്ന ഈ ദുഷ്ടശക്തികൾക്ക്, അല്ലെങ്കിൽ ഈ ദുഷ്ടഭാവനകൾ വന്നു ചേരുന്നതായിട്ടുള്ള ആ ഖലന്മാര് അല്ലെങ്കിൽ കള്ളന്മാരായിട്ടുള്ളവരും അവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. അവർക്ക് നല്ലത് വരുത്തുവാൻ വേണ്ടി അവർക്കൊക്കെ
മനസ്സ് കൊടുക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഇപ്പോൾ നമ്മൾ എത്രയോ പേരുണ്ട്, അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി നമുക്ക് ആ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മക്ഷേത്രം പ്രാണാത്മ കാലോ ദൈവം കർമ്മക്ഷേത്ര കാലോ ദൈവം